കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് നമ്മൾ കടലക്കറിയും അപ്പവുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാവിലത്തെ പണിയൊക്കെ തീർന്നാൽ മാത്രമേ നമുക്ക് മുറ്റത്തൊക്കെ എന്തെങ്കിലും പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ നടലില്ലായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടണം. അപ്പോൾ കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിലത്തെ കുറച്ച് പണികൾ അങ്ങ് തീർത്ത് വെക്കുകയാണ് കേട്ടോ. വെള്ളിയാഴ്ചയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ വീഡിയോ വരുന്നത് ശനിയാഴ്ച ആയിരിക്കും. ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്താൽ മതിയാവും. കുട്ടികൾ എണീക്കുന്നത് ലേറ്റാവും. എല്ലാ കാര്യങ്ങളും കുറച്ച് ലേറ്റായി വരുമല്ലോ. അപ്പോൾ നമുക്ക് ടൈം കുറേ കിട്ടും. അപ്പോൾ നമുക്ക് ചെടിയും നടാം, വീഡിയോ എടുക്കാം, അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് ഞാനും ഒന്ന് വീട്ടിലിരിക്കുന്നത്. ഇപ്പോൾ രാവിലത്തേക്കുള്ള അപ്പത്തിനും ഉച്ചക്കത്തേക്കുള്ള ചോറിനും ഒക്കെ കൂടിയായിട്ടാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കും, അതുപോലെ ഒരു മീനും വറക്കും. അതോടുകൂടി ഉച്ചക്കത്തെ കാര്യവും റെഡിയാവും കേട്ടോ. ആദ്യമൊക്കെ കടലക്കറി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരുന്നു. കാരണം തേങ്ങ വറുത്തരച്ച് അങ്ങനെയൊക്കെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് റെഡിയായി കിട്ടത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് തേങ്ങ അരയ്ക്കും. ആദ്യമേ മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഈ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര എളുപ്പമാണ് സംഭവം, പെട്ടെന്ന് കറിയാവും. അപ്പവും കടലക്കറിയും ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഴയ്ക്കാണ് കേട്ടോ നമ്മൾ ഉച്ചക്കത്തേക്ക് തോരൻ വെക്കുന്നത്. വാഴയ്ക്ക നമുക്ക് തൊലി ചെത്തി ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ അരിയുമ്പോൾ നമുക്ക് തീരെ സ്പീഡില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കൈ മുറിയുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡിൽ വേഗം അരിഞ്ഞ് തീർത്തു കേട്ടോ. പിന്നെ നമ്മളിതാ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കേട്ടോ. 2 കാന്താരിമുളകൊക്കെ പറിക്കണം. കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ നല്ല എല്ലായിടത്തും വെയിലാന്ന് തോന്നുന്നുണ്ട്. ഇനി വരുന്ന മഴേനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പം തന്നെ പേടിയാവാണ് കേട്ടോ. കഴിഞ്ഞ വട്ടത്തെ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. വാടക വീട്ടിൽ കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കും കറക്റ്റായിട്ട് വാടക കൊടുക്കാൻ പറ്റാതെയൊക്കെ ആകെ ബുദ്ധിമുട്ടാണ്. ഈ പ്രാവശ്യമെങ്കിലും ഒരു കുഴപ്പമില്ലാതെ മഴക്കാലം അങ്ങ് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മുളകൊക്കെ പറിച്ച് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളി ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു കഷ്ണം സവോളയാണ് എടുത്തത്. കുറച്ച് ജീരകവും കൂടി എടുത്തിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയൊന്ന് ക്ലീൻ ആക്കാനും ഉണ്ട് കേട്ടോ. കുറേ പാത്രമൊക്കെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് അടുക്കളയൊന്ന് ക്ലീനാക്കി വരുമ്പോഴത്തേക്കും നമ്മളെ ഉപ്പേരി അല്ല കേട്ടോ തോരൻ റെഡി ആയിക്കോളൂ. അങ്ങനെ നമ്മുടെ തോരനൊക്കെ ദാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ മുറ്റത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. നമുക്ക് കുറച്ച് ചെടി നടാനുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റാൻഡ് വാങ്ങിയതാണ് കേട്ടോ, ചെടി വെക്കാനുള്ള സ്റ്റാൻഡ്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു വെക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്റ്റാൻഡ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അയച്ചു തരും കേട്ടോ. ഇതെനിക്ക് പ്രത്യേകിച്ച് പാക്കിങ്ങിൻ്റെ കാര്യമൊന്നും വരുന്നില്ല. ഓൾറെഡി പാക്ക് ചെയ്തിരിക്കുന്നതും നല്ല കാർഡ്ബോർഡിൻ്റെ പെട്ടിയിലൊക്കെ വരുന്നതുകൊണ്ട് നല്ല സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല. എന്നാൽ അങ്ങനെ കട്ടിയില്ലാത്ത ഒരു പ്ലാസ്റ്റിക് അങ്ങനെയും അല്ല കേട്ടോ. എന്തായാലും അടിപൊളി സാധനമാണ് കേട്ടോ. ഇൻഡോർ വെക്കാൻ പറ്റുന്ന മണി പ്ലാന്റ്, ഫ്രെയിൻ അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും കേട്ടോ. ചട്ടിയിലാക്കിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റെയർ കയറുന്ന ആ ഒരു കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെക്കാം കേട്ടോ. എൻ്റെ മോൻ്റെ അത്രയും തന്നെ ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാൻ ഇതിങ്ങനെ സ്റ്റെയറിൻ്റെ മേലെയായിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അതിൽ ചെടികൾ വെച്ചിട്ടില്ല. അതിന് പ്ലാന്റ്സും മേടിക്കണം, പോട്ടും മേടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 അരീക്കൽ ഫാം ഈ തിണ്ണേൻ്റെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും നാളും തിണ്ണയിലൊന്നും ചെടിയൊന്നും വെക്കല്ല. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പറിച്ച് കളയും. അപ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പോകാനായി. മോനാണെങ്കിലും ഇപ്പം ചെടി പറിക്കരുത് എന്നുള്ള ആ ഒരു തിരിച്ചറിവൊക്കെ വന്നു കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ ഓർക്കിഡ് റോസ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പുറത്തൊക്കെ ഭയങ്കര വെയിലാകുമ്പോൾ നമുക്ക് ക്യാമറയിൽ ഭയങ്കര പെട്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തണലത്തേക്ക് മാറിയിരുന്നതാണ്.
നല്ല വേരൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് വന്നത്. വെയിൽ കൊണ്ടിരിക്കുമ്പം ഇതിനൊരു മഞ്ഞ കളറും പിന്നെ തണലത്തിരിക്കുവാണെങ്കിൽ നല്ലൊരു പച്ച കളറുമാണ് കേട്ടോ. അപ്പം മഞ്ഞ കളറായാലും ഇതിനൊരു കാണാനൊരു ഭംഗിയുണ്ട്, നല്ല പച്ച കളറായിട്ട് ഇരുന്നാലും കാണാൻ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് എല്ലുപൊടിയും ഒരു ശകലം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത്, ഇൻഡോർ വെക്കല്ലേ അപ്പോൾ അധികം വളമൊന്നും വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ഇച്ചിരി എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 2 മണി DAP ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഉണങ്ങി നിന്ന ഇലകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നട്ടു വെച്ചിരിക്കുന്ന ചെടി ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരെണ്ണം നമ്മൾ നട്ട് കഴിഞ്ഞു കേട്ടോ. ഒന്നും കൂടി ഉണ്ട് നടാൻ, 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഹാങ്ങിങ് ബോട്ടിലുണ്ടായിരുന്ന ഈ ഒരു മണി പ്ലാന്റ് ഞാൻ വേറൊരു പോട്ടിലേക്ക് ആക്കിയിട്ട്, ഇത് നമുക്ക് അടുക്കളയിലൊക്കെ ജനലിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങി അയച്ചു തരുന്നതാണ് കേട്ടോ. അടുത്ത് ഇങ്ങനത്തെ പോട്ടൊന്നും കിട്ടാൻ വഴിയില്ലാത്തവർ പറഞ്ഞാൽ മതിയേ. പിന്നെ എല്ലാം നട്ടും പെറുക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി കേട്ടോ. ഒരു ദിവസം വീട്ടിലിരുന്നാൽ എത്ര പെട്ടെന്ന് സമയം പോകുന്നതെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അങ്ങനെ വിളക്ക് വെക്കാനൊക്കെ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് മക്കളാണ് വിളക്ക് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതുവരേക്കും ടാറ്റാ, ബൈ ബൈ.